അമൃത, പൂരങ്ങളുടെ പെരുമ ഉറങ്ങുന്ന തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് ഇതാ പുലികളിയുടെ ആരവം അത് ഉണർന്നു കഴിഞ്ഞു. എനിക്ക് പിന്നിൽ 51 പുലികളാണ് നിരന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതാ വെളിയന്നൂർ ദേശത്തിന്റെ മടയിൽ നിന്ന് ഇറങ്ങിയ പുലികളാണ്. പല മടകളിൽ നിന്നും പുലികൾ നിരത്തുകളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, നഗരത്തിന്റെ റോഡുകളിലും വിവിധ ഭാഗങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും. പുലിമട വിട്ട പുലികൾ നഗരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സ്വരാജ് റൗണ്ടിലേക്ക് അല്പസമയത്തിനുള്ളിൽ പുലികൾ എത്തുന്നതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. കരിമ്പുലികളുണ്ട്, കുട്ടിപ്പുലികളുണ്ട്, പെൺപുലികളുണ്ട്, പല വർണ്ണങ്ങളിലുള്ള പുലികളുണ്ട്. അതിൽ തന്നെ പച്ചയും പിങ്കും ഒപ്പം നമ്മൾ സാധാരണ കാണുന്ന കളറുകൾ അല്ലാതെ മറ്റു കളറുകളിലുള്ള നിരവധി പുലികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അതിന്റെ ആവേശത്തിലേക്ക് തൃശ്ശൂർ അക്ഷരാർത്ഥത്തിൽ ഉണർന്നു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഏകദേശം 4:30 സ്വരാജ് ഗ്രൗണ്ടിലേക്ക് ഈ പുലികൾ എല്ലാവരും തന്നെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സമയം അല്പം വൈകി, 4 മണിയായിരുന്നു പറഞ്ഞിരുന്ന സമയം. എന്നാലും സമയം അല്പം വൈകിയെങ്കിലും ആവേശത്തിനോ ആരവത്തിനോ യാതൊരുവിധ കുറവുമില്ല. കുട്ടിപ്പുലികൾ മുതൽ വലിയ പുലികൾ വരെ, വർഷങ്ങളായി പുലികൾ കെട്ടുന്ന, പുലിവേഷം കെട്ടുന്ന പുലികൾ വരെ ഒരുപാട് പുലികൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. മോനെ, എന്റെ പേര് ശിവപ്രസാദ്. ആദ്യമായിട്ടാണോ പുലി കെട്ടണേ? എങ്ങനെയുണ്ട്? ആവേശമാണോ? സൂപ്പറാണോ? സൂപ്പറാണ്. ഇവിടെ എന്റെ മുമ്പിൽ നിൽക്കുന്ന മൊത്തം കുട്ടി 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 പുലികളാണ് കേട്ടോ. എന്താ മോളുടെ പേര്? ദർശന. ആദ്യമായിട്ടാണോ പുലി കെട്ടണേ? അല്ലേ? ഇനി മുന്നേ കെട്ടിയിട്ടുണ്ടോ? എപ്പോഴാ? കഴിഞ്ഞ വർഷമാണോ? കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം കെട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഭയങ്കര ഇഷ്ടമാണോ പുലി കെട്ടാൻ? ആരാ ചെയ്തു തന്ന? ആരാ? അമ്മയാണോ? ആഹാ, അടിപൊളി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 3-ലാണ്. അങ്ങനെ കുട്ടിപ്പുലികൾ മുതൽ വലിയ പുലികൾ വരെ വിവിധ വർണ്ണങ്ങളിലുള്ള പുലികൾ ഇതാ എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. അരമണി കെട്ടി പുലിപ്പാതുകങ്ങളൊക്കെ അണിഞ്ഞ് ഒപ്പം ഈ മറ്റ് വർണ്ണങ്ങളൊക്കെ, ചമയങ്ങളൊക്കെ പൂശിയാണ് പുലികൾ ഇറങ്ങിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ. തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം പൂരം കഴിഞ്ഞാൽ തൃശ്ശൂരുകാർക്ക് അടുത്തത് പുലിക്കളിയാണ്. പുലിക്കളിയോളം ആവേശം, അല്ലെങ്കിൽ പൂരം കഴിഞ്ഞാൽ പുലിക്കളിയോളം ആവേശം മറ്റൊരു സംഗതിക്കുമില്ല എന്ന് തന്നെ വേണം പറയാൻ. മറ്റുള്ള ആളുകൾ, മറ്റുള്ള നാടുകളിലുള്ള ആളുകൾ തിരുവോണം ആഘോഷിക്കുമ്പോൾ തൃശ്ശൂരുകാർ ആഘോഷിക്കുന്നത് ഈ പുലികളിയാണ്. തിരുവോണം കഴിഞ്ഞുള്ള ദിവസങ്ങളാണ് തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പ്രിയപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നത്. ഈ തിരുവോണം ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു പടി മുകളിലായി തൃശ്ശൂരുകാർ പുലികളി ആഘോഷിക്കുന്നു. അത്രയധികം നിരവധി ആളുകൾ, പല ദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. നിലവിൽ 9 ദേശങ്ങളിൽ നിന്നുള്ള പുലി കളി സംഘങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്, സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നത്. 450-ലധികം പുലികൾ സ്വരാജ് റൗണ്ടിൽ അണിനിരക്കും. ഇന്നിപ്പോൾ വെളിയന്നൂർ ദേശത്തിൽ ആദ്യം ഇറങ്ങിയ മട ഇതാണ്. വെളിയന്നൂർ ദേശത്തിന്റെ മടയാണ് ആദ്യം ഇറങ്ങിയത്. ഈ മടയിൽ തന്നെ 51 പുലികളുണ്ട്. കുട്ടിപ്പുലികളും വലിയ പുലികളും കരിമ്പുലികളും ഒക്കെ, പെൺപുലികളും ഒക്കെ അടക്കം 51 പുലികളാണ് ഇപ്പോൾ നിരന്നിരിക്കുന്നത്. ഇനി മറ്റ് മടകളിൽ നിന്ന് പുലികൾ ഇറങ്ങാനുണ്ട്. ചില മടകളിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അയ്യന്തോൾ വരാനുണ്ട്, ഒപ്പം വിയ്യൂർ വരാനുണ്ട്. അങ്ങനെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചാമ്പ്യന്മാരായിട്ടുള്ള വിയ്യൂരടക്കം അയ്യന്തോൾ അടക്കമുള്ള മടകളിലൊക്കെ, പുലിമടകളിൽ നിന്നൊക്കെ പുലികൾ ഇറങ്ങാനുണ്ട്. അതെല്ലാം അല്പസമയത്തിനുള്ളിൽ തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തും. എന്തായാലും സ്വരാജ്, തൃശ്ശൂർ നഗരത്തിന്റെ പല ഭാഗങ്ങൾ നിറഞ്ഞ് പുലികൾ ഇങ്ങനെ വരുന്ന കാഴ്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. പല നാടുകളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നു, വിദേശത്ത് നിന്നുള്ള ആളുകൾ എത്തുന്നു. നമ്മൾ അല്പം മുമ്പ് ഒരു ആളോട് സംസാരിച്ചപ്പോൾ, അതായത് വിദേശത്ത് നിന്നുള്ള 12 അംഗ സംഘം ടൂറിസം വകുപ്പിന്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പുലികളി കാണാനും മറ്റ് ഓണാഘോഷങ്ങളിലും പുലികളിയുടെ മറ്റ് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. അത്രയധികം ആളുകൾ ഈ ടൂറിസം വകുപ്പുമായി സഹകരിച്ച് നിരവധി ആളുകൾ എത്തുന്നു. ഈ കൾച്ചറൽ എക്സ്ചേഞ്ചിന്റെ ഭാഗമായി നമ്മുടെ പുലികളി ലോകമെമ്പാടും എത്തിക്കാൻ പല ഭാഗങ്ങളിൽ നിന്നായി ഉത്തരകൊറിയ
ദക്ഷിണ കൊറിയയിൽ നടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ച അത്രയധികം നമ്മുടെ പുലികളിയുടെ പെരുമ ലോകം മുഴുവനും എത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ സ്വരാജ് റൗണ്ടിലേക്ക് ഇത് എത്തും. ഈ പുലികളി എന്ന് പറയുമ്പോൾ തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പല ദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വാശിയുടെ വലിയ പോരാട്ടത്തിന്റെ ഒക്കെ ഒരു സമയം കൂടിയാണ്. കാരണം ഓരോ ദേശവും തമ്മിൽ വലിയ ഒരു ആരോഗ്യകരമായിട്ടുള്ള മത്സരമാണെങ്കിൽ പോലും വലിയൊരു വാശിയും ഒരു മത്സരവും ഒക്കെ ഉണ്ട്. ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ ഒന്നാം സ്ഥാനത്തിലേക്ക് പല കാറ്റഗറികളിലായി മത്സരങ്ങൾ എന്ന് വേണം പറയാൻ. മികച്ച പുലിക്കുള്ള മത്സരം, മികച്ച ദേശത്തിനുള്ള നന്നായി ചമയങ്ങൾ ഒരുക്കിയിരിക്കുന്നതിനുള്ള മത്സരങ്ങൾ, അങ്ങനെ പല കാറ്റഗറികളിലായി മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പുലിത്താളത്തിനനുസരിച്ച് പുലിമേളത്തിനനുസരിച്ച് പുലികൾ നൃത്തം വയ്ക്കുന്ന കാഴ്ച തന്നെയാണ് തൃശ്ശൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അമൃത, ലിഡിയ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വാശിയേറിയ ഒരു സംഭവം കൂടിയാണ്. കാരണം ആരായിരിക്കും ഒന്നാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. ലിഡിയ ഇന്നിപ്പോൾ രാവിലെ തൊട്ട് തൃശ്ശൂരിലുണ്ട്. അവിടുത്തെ പുലികളുമായും ആളുകളുമായും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഇവരെങ്ങനെയാണ് ഈ ഒരു വർഷത്തെ പുലികളിക്ക് വേണ്ടി നേരത്തെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങുമോ? അമൃത, ഈ ഒരു ഒരുക്കങ്ങൾ അത് പ്രത്യേകം സൂചിപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ്. കാരണം ഈ ഒരു പുലിക്കളി കഴിയുമ്പോഴേക്കും അടുത്ത പുലിക്കളിക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ തുടങ്ങും. ഒരു വർഷത്തോളം നീളുന്ന വലിയ ഒരുക്കങ്ങളുണ്ട്. ഈ സമയങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വലിയ ബുദ്ധിമുട്ടേറിയ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം കൂടിയാണ് ഈ സമയങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത്. അത് സമയങ്ങൾ വരയ്ക്കുന്ന കലാകാരന്മാരുടെ ശ്രമകരമായ ദൗത്യം മാത്രമല്ല, രാവിലെ 6 മണി മുതൽ തയ്യാറായി നിന്ന് ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ സമയങ്ങളൊക്കെ വരയ്ക്കുന്ന ആളുകൾ, ഈ പുലി വേഷം കെട്ടുന്ന ആളുകളുടെ ഒരു കഠിനാധ്വാനമൊക്കെ നമ്മൾ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ വർഷവും നമ്മളത് പറയുന്നത് കൂടിയാണ്. മാത്രമല്ല രാവിലെ 6 മണി മുതൽ ഇതിങ്ങനെ തുടർച്ചയായി ഈ സമയങ്ങളൊക്കെ വരച്ച് ഇത്തരത്തിൽ നിൽക്കുമ്പോൾ അത് വളരെയധികം ആരോഗ്യത്തിനുമൊക്കെ വളരെയധികം ദോഷകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. വളരെ വേദനയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത്തരത്തിൽ. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഈ പുലികൾ ഇങ്ങനെ നിരത്തിലിറങ്ങുകയാണ്. ചേട്ടാ, ആവേശാണ്, വലിയ ആവേശമാണ്. എത്ര കാലമായിട്ട്? 8 കൊല്ലമായി. എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ വയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വയറൊക്കെ അഡ്ജസ്റ്റ്മെന്റ് പോണല്ലേ. പരിപ്പ് കഴിച്ചിട്ടാണ് ഈ വയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എപ്പോ തൊട്ട് തുടങ്ങി ഈ വരയ്ക്കും സമയങ്ങളിലുമൊക്കെ? എപ്പോ തൊട്ട് തുടങ്ങി? 6 മണി തൊട്ട് അമൃത, നമുക്ക് സൂചിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ 6 മണി മുതൽ ഇവിടെ വരുമ്പോൾ മുതൽ ഈ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ സമയങ്ങൾ വരയ്ക്കുന്നത് മുതൽ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ മുതൽ ഇവരിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഇരിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നത് കൂടിയിട്ടാണ്. അത്രയധികം വളരെ കഠിനാധ്വാനത്തോടെ നിശ്ചയദാർഢ്യത്തോടെ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇതിന്റെ ഒരുക്കങ്ങൾ. ഈ ഒരു സമയം വരയ്ക്കാനുള്ള ഒരുക്കങ്ങൾ ആഴ്ചകൾ മുന്നേ ഈ സമയത്തിന്റെ ഈ നിറക്കൂട്ടുകൾ ഒരുക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു. രാവിലെ 6 മണി മുതൽ ഇന്നലെ രാത്രി ഉറങ്ങാതെ അടക്കം ഈ പുലികൾ ഈ പുലിവേഷം കെട്ടി ഇങ്ങനെ നഗരത്തിലൂടെ ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്ക് അത് എത്തുമ്പോൾ നഗരത്തിലൂടെ ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ ഒരുക്കി നടക്കുന്ന കാഴ്ച അത് ശരിക്കും കണ്ണിന് കുളിർമ നൽകുന്നത് തന്നെയാണ്. അത്തരത്തിൽ പുലികൾ പല പുലിമടകളിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത് പുലിമേളത്തിനൊപ്പിച്ച് താളം ചവിട്ടി തന്നെയാണ്. ഈ ഒരു താളത്തെക്കുറിച്ച് കൂടി പറയേണ്ടതായിട്ടുണ്ട്. കാരണം തൃശ്ശൂരുകാരെ സംബന്ധിച്ചിടത്തോളം പല താളങ്ങളുമുണ്ട്, ചെണ്ടമേളങ്ങളുണ്ട്, ഒപ്പം അങ്ങനെ പല 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 മേളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പുലിത്താളം എന്ന് പറയുന്നത്, പുലിമേളം എന്ന് പറയുന്നത് അതൊരു പ്രത്യേകതരം മേളമാണ്. ആ ഒരേ മേളത്തിൽ തന്നെയാണ് എല്ലാ ദേശത്തു നിന്നുള്ള പുലികളും ഇറങ്ങുക, അവർ നൃത്തം കളിക്കുക, അല്ലെങ്കിൽ അവർ ഈ ആടുകയും പാടുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു താളത്തിൽ തന്നെയാണ്. ഒരു 70 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ പുലിത്താളം രൂപപ്പെട്ടതാണ്. കാവുങ്കൽ രാമൻകുട്ടി ആശാൻ എന്ന് പറയുന്ന മഹത്തായ ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ പുലിമേളം അത് രൂപപ്പെടുത്തിയത്. അതിനുശേഷം 70 വർഷമായി ഈ പുലിമേളത്തിന്റെ ഈ താളത്തിലാണ് ഈ പുലികൾ ചുവട് വയ്ക്കുക. അതാണ് ആളുകൾക്ക് കണ്ണിന് കുളിർമയേകുന്ന ഈ മനോഹര ദൃശ്യങ്ങൾ ഒരുക്കി ഈ തൃശ്ശൂർ ഗ്രൗണ്ടിലൂടെ, സ്വരാജ് റൗണ്ടിലേക്ക് അല്പസമയത്തിനുള്ളിലെത്തും ഈ തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്.